ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജെ ഷോ. ഇന്ന് വീട്ടിലെല്ലാവരും ഉള്ളൊരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഞങ്ങളുടെ റുട്ടീൻ നിങ്ങളെ ഇങ്ങോട്ട് കാണിക്കാമെന്ന് വെച്ചു. ഇതാ ഇത്ര നേരമായിട്ട് ഞങ്ങൾ എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ. മമ്മിയും ചേട്ടനും ഞാനും മാത്രമേ ഇപ്പോൾ എഴുന്നേറ്റിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഉറക്കം തന്നെയാണ്. അപ്പം ഞാൻ കുരിശൊക്കെ വരച്ച് ജോലികൾ തുടങ്ങാമെന്ന് വെച്ചു. മമ്മി ഓൾറെഡി കിച്ചണിലുണ്ട്. ഇതാ മമ്മീനെ ശല്യപ്പെടുത്തിക്കൊണ്ട് ഇവനും വന്നിട്ടുണ്ട് കിച്ചണിൽ. ബ്രേക്ക്ഫാസ്റ്റിന് പാസ്തയൊക്കെ ഞങ്ങൾ തലേദിവസം തന്നെ തീരുമാനിച്ചിരുന്നു. അപ്പോൾ ആ പാസ്തയൊക്കെ വേവാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ മമ്മി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഞങ്ങൾ പാസ്തയിൽ എപ്പോഴും കോഴിമുട്ട, അതുപോലെ തന്നെ ഈ സോസേജ് ഒക്കെ ചേർക്കാറുണ്ട്. ഞങ്ങൾക്കതൊക്കെ അതിനകത്ത് കടിക്കുന്നത് ഇഷ്ടമാണ്. ഞങ്ങളെപ്പോഴും ചിക്കൻ്റെ സോസേജാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കാറ്. അപ്പോൾ ആ സോസേജൊക്കെ വറുത്ത് ഇനി വെന്ത നമ്മുടെ കൂട്ടിലേക്ക് സോസേജും എഗ്ഗൊക്കെ ചേർത്താൽ മതി, പാസ്ത തയ്യാറാവും. പാസ്ത ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ്. പോരാത്തന്നെ കുറച്ച് കെച്ചപ്പും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ പിള്ളേരുടെയൊക്കെ ഫേവറേറ്റാണ് പാസ്ത. ഈ അടുത്ത് ഞങ്ങളുടെ ലൈഫിൽ തുടങ്ങിയിരിക്കുന്ന പുതിയൊരു റുട്ടീനാണ് ഈ വാർത്ത കാണാമെന്ന് പറഞ്ഞാൽ. ഞങ്ങളിവിടെ UAE ഷാർജ അൽനാദയിലാണ് താമസം. ഇപ്പോൾ ഇവിടെ യുദ്ധത്തിൻ്റെയും മിസൈൽസിൻ്റെയൊക്കെ ഒരു ഭീഷണിയിലാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ വാർത്തകളും അപ്ഡേറ്റ്സൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യകത ആയതുകൊണ്ട് തന്നെ ഞങ്ങളിത് വാർത്ത കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലൊരു ഡൈനിങ് ടേബിൾ ഉണ്ടെങ്കിൽ കൂടെ ഞങ്ങളുടെ എല്ലാവരും ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഈ കൗച്ചിലും താഴേക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. പിന്നെ ആൾക്കാർ എണ്ണത്തിൽ കൂടുതലുണ്ട്. അപ്പം നമ്മൾക്ക് ഇവിടേക്ക് ഇരിക്കുകയാണെങ്കിൽ പരസ്പരം കണ്ട് വർത്താനമൊക്കെ പറഞ്ഞിരിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ പിന്നെയുള്ള പണി കുപ്പികളിലൊക്കെ വെള്ളം നിറയ്ക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും ഡിഫറെൻറ്റ് കുപ്പിയൊക്കെ ഉണ്ട്. ദീ നിൽക്കുന്ന ആൾ ചില നേരങ്ങളിൽ വെള്ളം മാത്രം കുടിച്ചാണ് ജീവിക്കണേ. അപ്പോൾ വെള്ളം നിറച്ച് വയ്ക്കേണ്ടത് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഞങ്ങൾക്ക്. പിന്നെ ഞങ്ങൾ ചെയ്യുന്ന വേറെ റൂട്ടീൻ എന്ന് വെച്ചാൽ വിൻ്റർ തുടങ്ങുമ്പോൾ മുതൽ ഞങ്ങളിന്നും വൈറ്റമിൻ സിയുടെ എഫർവസൻസ് മേടിച്ചിട്ട് ഞങ്ങളുടെ വെള്ളത്തിലിട്ട് കുടിക്കാറുണ്ട്. അത് ഞങ്ങൾക്കൊരു പരിധി വരെ ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഒന്നും വരാതെ നോക്കാറുണ്ട്. അല്ലെങ്കിൽ എപ്പോഴും പനിയും ചുമയൊക്കെ ആയിരിക്കും. ഇതിങ്ങനെ ഇട്ട് കുടിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കതിൽ കുറച്ചൊരു ശമനം തോന്നാറുണ്ട്. മമ്മി സ്നേഹം ഉച്ചക്കലേക്കുള്ള ബിരിയാണി പണി ഏറ്റെടുത്തുകൊണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാമെന്ന് വെച്ചു. അലക്കുക, വിരിക്കുക, മടക്കുക, അതുപോലെ തന്നെ അടിച്ചു വാര, അതൊക്കെ ഇന്നത്തെ എൻ്റെ പണികളാണ്. അപ്പോൾ നമുക്കത് വേഗം ചെയ്യാം. പ്ലാന്റ്സിനോട് ചെറിയൊരു ഇഷ്ടമുള്ളത് കൊണ്ട് ഞങ്ങളൊരു 1000 ദിർഹംസ് എക്സ്ട്രാ കൊടുത്തിട്ടാണ് ഈ ഒരു കുഞ്ഞി ബാൽക്കണി സ്വന്തമാക്കിയത്. ഞങ്ങൾക്കങ്ങനെ ഒത്തിരി പ്ലാന്റ്സ് ഒന്നുമില്ല. ഉള്ളതിനെ ഞങ്ങളങ്ങനെ നോക്കി പരിപാലിച്ച് പോകുന്നു. കുറച്ചായിട്ട് ഞങ്ങൾക്ക് ഇവന്മാരൊന്നും നോക്കാൻ നേരം കിട്ടിയിട്ടില്ല. എല്ലാം അങ്ങനെ കുറച്ച് പൊടിയൊക്കെ പിടിച്ചിരിക്കുകയാണ്. ഒരു ദിവസം ഇനി എല്ലാവരെയും ഒന്ന് തുടച്ച് കഴുകി വൃത്തിയാക്കണം. അതിനിടയിൽ ഉച്ചക്കേലേക്കുള്ള ഫുഡും റെഡിയാവുന്നുണ്ട്. മമ്മി സ്നേഹം കിച്ചണിലാണ്. മമ്മി ബിരിയാണി ചോറിൻ്റെ പണികളിലും സ്നേഹ ചിക്കൻ കറി വെക്കാനുള്ള തെക്കും തിരക്കിലാണ്. സ്നേഹ തലേദിവസം വെച്ച ചിക്കൻ കറി ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇന്നത്തെ ചിക്കൻ കറിയും സ്നേഹനെ ഏൽപ്പിച്ചേക്കാണ്. സ്നേഹത അവിടെ ചിക്കനുമായിട്ടുള്ള മൽപ്പിടുത്തത്തിലാണ്. കുക്കിങ്ങിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഓർഗനൈസ് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും എൻ്റെ വീട് എപ്പോഴും ക്ലീനായിട്ട് കിടക്കുന്നു. ഒരിക്കലും ഇല്ല. ഈ ടോം ആൻഡ് ജെറിയിലൊക്കെ കാണുമ്പോഴും ഒരാൾ അടക്കി വയ്ക്കുമ്പോൾ അടുത്ത ആൾ വലിച്ചിടും, അടുത്ത ആൾ അടക്കി വയ്ക്കും, പിന്നത്തെ ആൾ വലിച്ചിടും. അങ്ങനെ ഞങ്ങൾ 4 കൂടെ ഒരു മേളം തന്നെയാണ് വീട്ടിൽ. ക്ലാസ്സസ് മാത്രമല്ല, എക്സാംസും ഈ ഓൺലൈനിൽ കണ്ടക്ട് ചെയ്യാനാണ് സ്കൂളിൻ്റെ തീരുമാനം. അപ്പോൾ അതിൻ്റെ ഗൈഡ് ലൈൻസിലേക്കോട്ടൊക്കെ ഗോ ത്രൂ ചെയ്യാണ് ജെറാഡ് പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ആൾക്ക് കളിക്കണം. കളി തന്നെ കളിയാണ്. ജെറാഡ് വരുവോളം കളിക്കും. എന്നാൽ ക്ലാസ് എല്ലാം കഴിഞ്ഞ് വന്നാലോ അപ്പോൾ തുടങ്ങും 2 പേരും കൂടിയുള്ള ഇടി.
ചേട്ടൻ അത് തൊടാൻ പാടില്ല, ചേട്ടൻ ഇത് തൊടാൻ പാടില്ല, അവൻ തൊട്ട് അവൻ മാന്തി പിച്ചി അങ്ങനെ ഫുൾ കംപ്ലൈൻ്റാണ്. അവനിങ്ങനെ വരുന്നത് ഇവനിങ്ങനെ നോക്കിയിരിക്കും. ക്ലാസ്സിൽ പോയിക്കോട്ടെ എവിടെ പോയാലും അവൻ വരുവോളം ആളിങ്ങനെ ക്ഷണിച്ചിങ്ങനെ ഇരിക്കും. ടി വി ഒന്നും കാണില്ല അവൻ വന്നു കഴിഞ്ഞാൽ എല്ലാം വേണം അവന്. ടി വിയുടെ റിമോട്ട് വേണം, അവൻ്റെ കാർട്ടൂൺ വെച്ച് കൊടുക്കണം, അങ്ങനെ ബഹളം മയാക്കുവൻ. ഇപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്ടിലുള്ള ഒരു അതിഥി. ഇവന് കൂട്ടായിട്ട് ഒത്തിരി പേരുണ്ടായിരുന്നു, പക്ഷെ അവരൊക്കെ ചത്തുപോയി. എന്തോ അറിയില്ല എന്താന്ന്, ചിലപ്പോൾ റൂമിലെ AC കൊണ്ടാണോ എന്ന് അറിയില്ല, അവരൊക്കെ ചത്തുപോയി. ഇപ്പോൾ ഇവൻ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. വലിയ ഫിഷ് ടാങ്ക് അതുകൊണ്ട് ഒഴിഞ്ഞു കിടക്കുക. ഇപ്പോൾ കുഞ്ഞു ഫിഷ് ടാങ്കിലാണ് ഇവനുള്ളത്. സ്ക്രീൻ ടൈം ഒഴിവാക്കുമ്പോൾ ഞാൻ മെയിനായിട്ട് ചെയ്യുന്ന പണി പുസ്തകം വായിക്കുക എന്നുള്ളതാണ്. ഒത്തിരി പുസ്തകങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല, പക്ഷേ ഉള്ളത് എനിക്കിഷ്ടമുള്ള പുസ്തകങ്ങളാണ്. ഞാൻ സെലക്റ്റീവായിട്ട് വായിക്കുകയും മേടിക്കുകയും ചെയ്യുന്ന പുസ്തകങ്ങളാണ്. ഈ ലജോ ജോസിൻ്റെ ഒരു ഫാനാണ് ഞാൻ. ആളുടെ ക്രൈം ത്രില്ലേഴ്സ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കെന്തോ ക്രൈം ത്രില്ലറുകൾ അതുപോലെ തന്നെ ഡിറ്റക്റ്റീവ് നോവൽസിനോടൊക്കെയാണ് താല്പര്യം. ലജോ ജോസിൻ്റെ വായിച്ച ബുക്കുകളിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഹൈഡ്രേജിയ എന്ന് പറഞ്ഞൊരു ബുക്കാണ്. അത് ശരിക്കും ഭയങ്കര പേടിയാവുന്നൊരു ബുക്കാണത്. ഒരു ക്രൈം ത്രില്ലറാണ്, ഭയങ്കരമായിട്ട് പേടിയാവുന്നൊരു ബുക്കാണ് കേട്ടോ. എന്നിട്ട് ഇവിടെ വരച്ച കാണിച്ചവിൻ്റോ നോക്കട്ടെ, കണ്ടില്ല. പൊന്നെ കോഴി, എന്തിനു ചെയ്യലടി കുഞ്ഞു കോഴിനെ കാണാൻ. ചേട്ടൻ വരച്ച പടം ഒന്ന് കാണിച്ചെന്നാ. ഇതാരാ? സൂപ്പർ. കോഴിനോർത്ത് നല്ല രസമുണ്ടല്ല. ഇവ മരിച്ചത് ഭംഗിയുണ്ട്, ഗോഡ്സിലും ഭംഗിയുണ്ട്. ഒന്നിട്ട് കാണിച്ച കോഴിനൊന്നിട്ട് കാണിച്ച. ഞാൻ ഒന്ന് കൈ പിടിച്ച് നോക്കട്ടെ. കോഴി ചന്തിരി തൊപ്പി വെച്ച കോരി പറയാൻ കിട്ടില്ല, പക്ഷെ വായിക്കാൻ കിട്ടും. കോരിന്റെ പേര് ഇവിടെ കോരി. കോരി ബബ്ബ അല്ല, കോഴി ബബ്ബ. എന്നിട്ട് ഇതെന്താ? കോഴി ബബ്ബ. ഓക്കെ. എങ്ങനെ ചെയ്താണ് കോഴി? കോഴി ജെയ്ഡൻ എഴുതണ? ജെയ്ഡൻസ് കോഴി ബബ്ബ. ഓക്കെ. ഇത് ഇങ്ങനെ പേരെഴുതെനിക്ക് ഏതാണ്? ജെയ്ഡൻസ് കോഴി ബബ്ബ. കോഴി ബബ്ബ ഡ്രോയിങ്. ഇത് സൂപ്പർ. കരയണ കുട്ടീനെ ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരോ? അഭിലാഷം വന്നിട്ടുണ്ടോ? അഭിലാഷം കടിയാനാ. എന്തിനാടി
ബാഡി മണിക്കുറ്റി അഭിലാഷം കണ്ടാലോ. ബൈസ നല്ലതാ ഇടിയ. ബിജുവിന്റെ പോലെ തേങ്ങാപ്പാൽ കറി. കോൺഫ്ലോർ വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാലല്ല. ഓ നന്ദിയുണ്ട്. എല്ലാത്തിനും മേൽനോട്ടം വെച്ചിരുന്നു ഞാനാ. ഏത് എല്ലാവർക്കും മിഠായി എടുക്ക്. ജീഡൻ ജയറാന്റെ ടോയോ ഹാപ്പി പേര. നിന്റെ ടോയ് ബിന്ദുന്റെ ടോയ് എന്ത് പാപ്പയ്ക്ക് മാത്രം ടോയ് ഇല്ല. മറ്റ് സോഫ്റ്റ് ചോക്ലേറ്റ്സ് ഒന്നും വാങ്ങാതെ ഈ ഹാർഡ് ക്യാൻഡി ഇവർക്ക് വേണ്ടി മേടിച്ചാലും ഒരു ദുരുദ്ദേശമുണ്ട് എനിക്ക്. ഹാർഡ് ക്യാൻഡി ആയതുകൊണ്ട് തന്നെ ഇത് കഴിച്ച് തീരാൻ ഏകദേശം ഒരു 5 to 10 minutes എങ്കിലും കുട്ടികൾക്ക് എടുക്കും. അത്രയും നേരമെങ്കിലും ഇവരൊന്നും മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്രാവശ്യം വളരെ വിദഗ്ധമായിട്ട് ഞാൻ ലിയോനെ കൊണ്ട് ഈ ക്യാൻഡി തന്നെ മേടിപ്പിച്ചത്. അപ്പോൾ ഇങ്ങനെ വായാടി പിള്ളേരുള്ള എല്ലാ അപ്പന്മാർക്കും അമ്മമാർക്കും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അവർക്ക് ക്യാൻഡി ഇഷ്ടമാണെങ്കിൽ ഹാർഡ് ക്യാൻഡീസ് മേടിച്ച് കൊടുക്കണമെങ്കിൽ ഈ സോഫ്റ്റ് ചോക്ലേറ്റ്സിന് പകരം ഹാർഡ് ക്യാൻഡീസ് മേടിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു 10 minute സൗകര്യം ഉണ്ടാവും. അങ്ങനെ ആഘോഷമൊക്കെ കഴിഞ്ഞ് സ്നേഹ അവളുടെ അക്കോമഡേഷനിലേക്ക് പോവാണ്. അവൾ ഈ യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോൾ വർക്ക് ഫ്രോം ഹോം കിട്ടിയപ്പോൾ വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ കുറച്ചാൾ കൂടി ഉണ്ടായിട്ട് ഇപ്പോൾ പോകുന്നുണ്ട്. ഇച്ചിരി വിഷമമുണ്ട്. അത് അവൾക്കും വിഷമമാണ്, ഞങ്ങൾക്കും വിഷമമാണ്. ദിവസം പ്രാർത്ഥിച്ച് തുടങ്ങിയ പോലെ തന്നെ ഇന്നത്തെ എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ദിവസം അവസാനിപ്പിക്കാറും. മമ്മി ഉള്ളതുകൊണ്ട് തന്നെ പ്രാർത്ഥന വളരെ സ്ട്രിക്റ്റായിട്ടാണ് പോകുന്നത്. ഞങ്ങൾ ചില ദിവസങ്ങൾ ഉഴപ്പാറുണ്ട്. അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ ഇവൻ്റെ ഉറക്കം അവൻ്റെ കൂടെയാണ്. അപ്പോൾ ഏകദേശം സമയമായി. ഞങ്ങൾ കിടക്കട്ടെ. അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.